പാകിസ്ഥാൻ ഇന്ന് വലിയൊരു സമ്മർദ്ദത്തിൻ്റെ കീഴിലാണ് എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പെട്ടെന്നാകില്ല. കാരണം ഏത് സമയവും 24/7 പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്യും, ഇന്ത്യക്കെതിരെ അണവായുധം പ്രയോഗിക്കും. കാര്യം സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെ അത് ഒരിക്കലും ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല, ഞങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യയെ ആക്രമിക്കും എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പാകിസ്ഥാൻ വലിയൊരു സമ്മർദ്ദത്തിലാണിപ്പോൾ. കാരണം ഒരു വശത്ത് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന 1948 പാകിസ്ഥാൻ ഈ പ്രദേശം കൈക്കലാക്കിയത്. ഇത് പാകിസ്ഥാന്റെ ഒരു നിയന്ത്രണത്തിലുള്ള അധീനതയിലുള്ളൊരു പ്രദേശമായി ആക്കി അവരെടുക്കുകയായിരുന്നു ചെയ്തത്. അതിന് മുമ്പ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. പക്ഷേ ഈ ബലൂചിസ്ഥാനെ പാകിസ്ഥാന്റെ ഭാഗമാക്കിയതോടുകൂടി പാകിസ്ഥാന്റെ ഒരു പ്രവിശ്യയായിട്ട് മാറുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ 1948 ബലൂചിസ്ഥാൻ ഒരു വശത്ത് സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷേ മറുവശത്ത് POKയിലുള്ള പ്രശ്നങ്ങൾ, അവിടെ നിരന്തരം കാശ്മീരികളും അവർക്ക് ആഹാരം കിട്ടണില്ല, വെള്ളമില്ല, തൊഴിലില്ല, പാർപ്പിടമില്ല എന്ന് പറഞ്ഞ 100 കണക്കിന് പ്രശ്നങ്ങളാണ് അവിടെ. അപ്പം അവിടെ ഈ POKയിലുള്ള ജനങ്ങൾ ഇന്ത്യയുമായിട്ട് അവർക്ക് ഈ ഒരു നയതന്ത്ര ബന്ധം പുലർത്താനും ഇന്ത്യയോട് അവർക്ക് താല്പര്യവുമുണ്ട്. അപ്പം ഈ ബലൂചിസ്ഥാനും ഈ POKയിലുള്ളവരും 2 വിഭാഗങ്ങളും ഇപ്പോൾ പാകിസ്ഥാന്റെ എതിരെയാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഈ ബലൂചിസ്ഥാന്റെ കാര്യം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ബലൂചിസ്ഥാന്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം വെറുമൊരു പ്രവിശ്യയല്ല ബലൂചിസ്ഥാൻ. കുറേ നിലങ്ങളോ കൃഷിയിടങ്ങളോ മാത്രമല്ല ബലൂചിസ്ഥാനിലുള്ളത്. ബലൂചിസ്ഥാനിന്റെ ഒരു ഏറിയ പങ്കും നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഈ നാച്ചുറൽ റിസോഴ്സസിനകത്ത് എല്ലാം ഉൾപ്പെടും. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രകൃതിവാതകമുണ്ട്, ധാതു സമ്പത്ത് നിറഞ്ഞ പ്രദേശമാണ്, സ്വർണം, വെള്ളി ഖനനം ചെയ്യുന്ന പ്രദേശമാണ്, ഇഷ്ടംപോലെ വിഭവങ്ങൾ, നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയുടെ അനുബന്ധിച്ചുള്ള ഒരുപാട് വിഭവങ്ങൾ ഈ ബലൂചിസ്ഥാനിൽ നിന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബലൂചിസ്ഥാൻ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധാതു സംബന്ധമായ ഒരു പ്രദേശമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു പ്രവിശ്യയിലെ ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ പാകിസ്ഥാനെതിരെ വരികയാണ്. കാരണം അവർ സോഷ്യൽ മീഡിയയിൽ ബലൂച്ച് നേതാക്കൾ, അതൊരു വിഘടന നേതാക്കളാണ്. അപ്പോൾ അവർ പറയുകയാണ് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ അവരൊരു സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിച്ചതായിട്ട് അറിയിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു സ്വതന്ത്ര രാഷ്ട്രം അവർ തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ട് മാത്രം അതൊരു സ്വതന്ത്ര രാഷ്ട്രമാവത്തൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും അവർക്ക് അത്രയധികം വിരോധം ഈ പാകിസ്ഥാനോട് വന്നിരിക്കുകയാണെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഈ 1948 ഈ ബലൂചിസ്ഥാൻ പിടിച്ചടക്കിയതോടുകൂടി പക്ഷേ ബലൂചിസ്ഥാനിലുള്ള ജനങ്ങൾ വിചാരിച്ചു അവർക്ക് പാകിസ്ഥാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. പക്ഷേ ഈ POKയിലുള്ള ജനങ്ങളുടെ പോലെ തന്നെ അവർക്കും ആഹാരം കൊടുക്കില്ല, വെള്ളമില്ല, ശുദ്ധജല ക്ഷാമം, അവർക്ക് ജോലിയില്ല, പാർപ്പിടമില്ല, തൊഴിലില്ല, അങ്ങനെ 100 കണക്കിന് പ്രശ്നങ്ങൾ. അവരെ ഒരു അവഗണന പട്ടികയിൽ തന്നെയാണ് ഈ ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ അത് ആദ്യമൊക്കെ അവർ സഹിച്ചെങ്കിലും പിന്നെ അവർ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. അവർക്ക് അതിനുള്ള ആ ഒരു വിരോധം അവർ പ്രകടിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ പാകിസ്ഥാൻ അവരെ തങ്ങളുടെ ആ അധീനതയിൽ നിന്ന് വിട്ടിരുന്നില്ല. ഈ ഏകദേശം ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശം ഏകദേശം പാകിസ്ഥാൻ്റെ ഒരു 40% വരുന്നുണ്ട്. വളരെ നല്ല ഒരു ഭൂപ്രദേശമാണ്, ഒരുപാട് ധാതുസമ്പത്തുണ്ട്. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രദേശത്ത് നിന്നാണ്. കാരണം ഈ പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാന്റെ ഒരു പ്രവിശ്യ ഉണ്ടല്ലോ പഞ്ചാബ്. അപ്പോൾ ആ പഞ്ചാബിലെ വ്യവസായങ്ങളിൽ വേണ്ട അസംസ്കൃത വസ്തുക്കൾ, ധാതു ലവണങ്ങൾ, പിന്നെ അങ്ങനത്തെയൊക്കെയുള്ള പ്രകൃതി സമ്പത്തുകൾ, അങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം ഈ വിതരണം കൊണ്ടുപോകുന്നതും ഈ ബലൂചിസ്ഥാൻ വഴിയാണ്. കാരണം ബലൂചിസ്ഥാനിലാണ് ഇത് മുഴുവൻ, ഇതിൻ്റെ സോഴ്സസ് മുഴുവൻ. അതുകൊണ്ട് തന്നെ ഈ ബലൂചിസ്ഥാൻ അവിടെ സംഘർഷം ഉണ്ടാക്കിയതോടുകൂടി തന്നെ ഇതിൻ്റെ വരവ് മുഴുവൻ നിലച്ചു. അങ്ങനെ ഈ പഞ്ചാബിലെ ഫാക്ടറികൾ ഒന്നടങ്കം നിലയ്ക്കാൻ പോവുകയാണ്. കുറേയൊക്കെ അടച്ചു പൂട്ടിക്കഴിഞ്ഞു. അതുകൂടാതെ തന്നെ ഈ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ, ഈ ഹൈവേയിൽ സുരക്ഷിതമായിട്ടുള്ള ഹൈവേയിൽ ഒരു സുരക്ഷിതം ഒന്നും ആകാത്തത് കൊണ്ട് തന്നെ അവിടെ ചരക്ക് നീക്കം മുഴുവൻ സ്തംഭിച്ചു. അങ്ങനെ പല പ്രശ്നങ്ങളും ഇപ്പം ഈ പാകിസ്ഥാൻ നേരിടേണ്ടി വരികയാണ്. കാര്യം ഈ ബലൂചിസ്ഥാനിൽ നിന്ന് ഇത്രയധികം സോഴ്സസിൻ്റെ അസംസ്കൃത വസ്തുക്കളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ പഞ്ചാബിലെ ഫാക്ടറികളിലോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. ബലൂചിസ്ഥാൻ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, അവിടെ ഒരു ബാരിയർ പോലെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പം ഈ പഞ്ചാബിലെ ഫാക്ടറികളൊക്കെ ഓട്ടോമാറ്റിക്കലി നിന്നു പോവുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ കുഴപ്പം എവിടെയാണ് വരുന്നത്? പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ തകരുകയാണ് ചെയ്യുന്നത്. അപ്പം ഓരോ ദിനം കഴിയും തോറും പാകിസ്ഥാൻ ദുർബലമായ ഒരു രാജ്യമായിട്ട് വരികയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം ഒരു ഭാഗത്ത് സിന്ധു നദീജല കരാർ
ഇന്ത്യ റദ്ദാക്കിയത് കാരണം ശുദ്ധജലക്ഷാമം വളരെയധികം നേരിടുന്ന ഒരു രാജ്യമായി. അതിനൊപ്പം തന്നെ ഇങ്ങനത്തെ സമ്പദ് വ്യവസ്ഥ കൂടി പാകിസ്ഥാനിൽ തകരാറിലാകുമ്പോൾ വലിയൊരു പ്രശ്നത്തിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ അഹങ്കാരം ഒരിക്കലും നിലച്ചിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഏത് സമയത്തും ഇന്ത്യക്കെതിരെ ഇനി ഒരു അറ്റാക്ക് ഇന്ത്യ പ്രതീക്ഷിച്ചോളൂ. ഏത് സമയവും ഈ ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കും. അങ്ങനെ പല പല ഭീഷണികളും ഈ പാകിസ്ഥാന്റെ പ്രതിരോധ സെക്രട്ടറി ഈ പറയുന്ന മുനീർ പറയുന്നുണ്ട്. അതിന് പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനൊപ്പം തന്നെ വലിയൊരു പ്രതിസന്ധിയിലോട്ടും സമ്മർദ്ദത്തിലോട്ടും പാകിസ്ഥാൻ പോവുകയാണ്. പിന്നെ ഇനി ഈ ബലൂചിസ്ഥാനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, ബലൂചിസ്ഥാനിൽ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ അധ്വാനികളാണ് താനും. പക്ഷേ ഇവർ ഒരുപാട് സഹിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കാര്യം ആദ്യമൊക്കെ അവർ ഒരുപാട് എങ്ങനെയെങ്കിലുമൊക്കെ ഈ നയതന്ത്രപരമായി പാകിസ്ഥാനോട് ഇടപെടാൻ നോക്കുമെങ്കിലും ഇവർക്ക് ഒരിക്കലും ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ടോ അവർക്ക് വേണ്ട കാര്യങ്ങളോ പാകിസ്ഥാൻ ചെയ്തു കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഈ പാകിസ്ഥാനോട് ഒരു വൈരാഗ്യമുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു വിഘടനവാദികളുടെ ഒരു പാർട്ടി അവർ രൂപവൽക്കരിക്കുകയും അങ്ങനെ കുറച്ച് യുവാക്കൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് ആണ് പല ദിവസങ്ങളിലും ഇങ്ങനെയുള്ള ഈ പാകിസ്ഥാനെതിരെ സംഘർഷം ഉണ്ടാക്കുന്ന യുവാക്കളെയും കുട്ടികളെയും അങ്ങനെയുള്ളവരെ പാകിസ്ഥാൻ പെട്ടെന്ന് തട്ടിക്കൊണ്ടുപോവുക, പെട്ടെന്ന് അങ്ങ് കാണാതെ പോവാണ്. ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല ഇതെങ്ങനെയാണ് ഈ കാണാതെ പോകുന്നത്. പിറ്റേ ദിവസമൊന്നും ഇവരുടെ വീടുകളിൽ അന്വേഷിക്കുമ്പോൾ വരുന്ന ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള ഈ യുവാക്കളൊക്കെ ഒരു യുവജനങ്ങളുണ്ട്, അവരെയൊന്നും കാണുന്നില്ല. പക്ഷെ പിന്നെയാണ് മനസ്സിലായി ഇതെല്ലാം പാകിസ്ഥാൻ പെട്ടെന്ന് തന്നെ ഇപ്പം തട്ടിക്കൊണ്ട് പോവുക എന്നുള്ള ഒരു ഇതാണ്. പിന്നെ അവരങ്ങ് കാണാതാകുകയാണ്. അതിനെക്കുറിച്ച് യാതൊരു വിവരവും അവർ കൊടുക്കുന്നുമില്ല. പക്ഷേ ഈ ബലൂചിസ്ഥാൻ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യമോ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പാകിസ്ഥാൻ ചെയ്തു കൊടുക്കുന്നില്ല. അങ്ങനെയാണ് ഗ്രാജ്വലി ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാനോട് എതിരാവുന്നത്. കൂടാതെ ഈ പാകിസ്ഥാനിലുള്ള കുറേ അഭയാർത്ഥികളെയും ഈ ബലൂചിസ്ഥാനിൽ കൊണ്ട് താമസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ബലൂചിസ്ഥാൻ പറയുന്നു ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമായി റിപ്പബ്ലിക്, അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്ന റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ അവരൊരു സ്വതന്ത്ര രാഷ്ട്രം പ്രഖ്യാപിച്ചു എന്നൊക്കെ. പക്ഷേ ഒരു രാജ്യം ഒരു സ്വതന്ത്ര രാഷ്ട്രമാവണമെങ്കിൽ കുറേയേറെ നിബന്ധനകൾ പാലിച്ചേ മതിയാവും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഐക്യരാഷ്ട്രസഭയുടെ ഒരു ചാർട്ടറും അന്താരാഷ്ട്ര നിയമവും ജനങ്ങൾക്ക് സ്വയം ഭരണ നിർണയ അവകാശവും അംഗീകരിച്ചു കൊടുക്കണം. രണ്ടാമത്തേത്, പാകിസ്ഥാന്റെ ഭരണഘടന, നിലവിലെ ഒരു ഭരണഘടന പ്രകാരം ഈ ബലൂചിസ്ഥാൻ ഒരു പ്രവിശ്യ മാത്രമാണ്, അതൊരു രാജ്യമല്ല. പെട്ടെന്ന് ഏകപക്ഷീയമായിട്ട് അതിനെ വേർപിരിഞ്ഞ് ഒരു സ്വതന്ത്ര രാജ്യമാക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഈ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സ്വതന്ത്ര രാഷ്ട്രമാവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളൊരു സ്വതന്ത്ര രാഷ്ട്രമാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ തയ്യാറാവില്ല. അത് ഭരണഘടനയിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലതാനും. മൂന്നാമത്തേത്, ജനപിന്തുണ. വ്യക്തമായ ജനപിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിനൊരു സ്വതന്ത്ര രാഷ്ട്രമാകാൻ കഴിയൂ. നാലാമത്തെ കാര്യം, അന്താരാഷ്ട്രമായ ഒരു അംഗീകാരം വേണം. കാരണം മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കണം, പ്രത്യേകിച്ച് ഇന്ത്യയും അമേരിക്കയും പോലുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഈ ബലൂചിസ്ഥാന് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറാൻ പറ്റുള്ളൂ. അതായത് ഐക്യരാഷ്ട്രസഭയിൽ ഒരു അംഗത്വം ലഭിക്കാൻ സുരക്ഷാ കൗൺസിലിൻ്റെയും ജനറൽ അസംബ്ലിയുടെയും നടപടിക്രമങ്ങൾ ആവശ്യമാണ്. അതായത് ഫലപ്രദമായ ഒരു ഭരണ സംവിധാനം വേണം. ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കണമെങ്കിൽ സ്വന്തം സർക്കാർ ആവണം. നിയമവ്യവസ്ഥയിൽ നിയമവ്യവസ്ഥ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ ഒരു സുരക്ഷാ സംവിധാനം ആ രാജ്യത്തിന് ഉണ്ടായിരിക്കണം, ആ ഒരു പ്രവിശ്യയ്ക്ക് ഉണ്ടായിരിക്കണം. സാമ്പത്തികമായിട്ടൊരു നിയന്ത്രണം ഉണ്ടായിരിക്കണം, അതിർത്തി നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ ബലൂചിസ്ഥാന് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറാൻ പറ്റുള്ളൂ. ഇതിനകത്ത് 2016 ഒരു സ്വാതന്ത്ര്യദിന സമ്മേളനത്തിൽ ആ ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രി ബലൂചിസ്ഥാനെ കുറിച്ച് പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രി പറഞ്ഞു ഇതേപോലെ ബലൂചിസ്ഥാൻ അടിച്ചമർത്തലിൻ്റെ വിഭാഗങ്ങൾ അവിടെ ഇഷ്ടം പോലെയുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ. അവരൊരുപാട് കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് ബലൂചിസ്ഥാനെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യ ബലൂചിസ്ഥാനുമായിട്ട് ഒരു സൗഹൃദത്തിന് പോവുകയാണെങ്കിൽ ചിലപ്പം ഈ പാകിസ്ഥാൻ, എപ്പോഴും പാകിസ്ഥാൻ്റെ ഒരു മെയിൻ ശക്തി, പാകിസ്ഥാൻ്റെ ഒരു വലത് സൈഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ചൈന തന്നെയാണ്. അപ്പം ഈ ചൈന
ചിലപ്പം വീണ്ടും ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഇന്ത്യയിലെ കാശ്മീർ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതൊരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് വീണ്ടും ഇന്ത്യയെ കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട്. കാരണം ഇന്ത്യയിലെ ഒരു ജീവൻ പോലും അപകടത്തിലാവുന്നത് നമ്മുടെ പ്രധാനമന്ത്രിക്കോ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്കോ അംഗീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് പൂർണ്ണമായിട്ട് ബലൂചിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല നമുക്ക്. കാരണം എന്ന് പറഞ്ഞാൽ പോലും ഈ ബലൂചിസ്ഥാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യം അനുസരിച്ച് ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമാവണമെന്നും അവിടുത്തെ ജനങ്ങൾ വളരെ പ്രക്ഷോഭകരമായിട്ട് പാകിസ്ഥാനോട് നേരിടുന്നുണ്ട്. അവർക്ക് മതിയായി പാകിസ്ഥാന്റെ ഭരണം എന്നാണ് അവർ തന്നെ പറയുന്നത്. കാര്യം അത്രയധികം അവരനുഭവിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പാകിസ്ഥാന് വലിയൊരു സമ്മർദ്ദമാണ്. ഒരു സൈഡിൽ ബലൂചിസ്ഥാനും മറു സൈഡിൽ POKയിലെ ജനങ്ങളും. അപ്പോൾ ഇവർ രണ്ടുപേരും പാകിസ്ഥാനെ എതിർത്ത് നിൽക്കുകയാണ്. പക്ഷേ പാകിസ്ഥാന് സൈഡായിട്ട് ചൈന നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാൻ പാടില്ല എങ്ങനെ വരും. എങ്കിൽ പോലും പാകിസ്ഥാൻ ഇന്ന് ഒരു ദരിദ്ര രാഷ്ട്രമായി, പല കാരണങ്ങൾ കൊണ്ടും ഒരു ദരിദ്ര രാഷ്ട്രമായി മാറാൻ പോകുന്നു എന്ന് വേണം അനുമാനിക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.